ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക മുട്ട ഫ്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ടയുടെ ഒപ്പത്തിൽ വെള്ളം വെച്ചിട്ട് പുഴുങ്ങാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പാട് ചേർത്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തൊലിയൊക്കെ ഇളകി പോരാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിതൊരു 5 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒന്ന് തൊലിച്ചെടുക്കണം. അപ്പോൾ ചൂടൊക്കെ പോയി ഞാനൊന്ന് തൊലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മുട്ട എടുത്തിട്ട് ഒരു കത്തിയോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴാണ് മസാല ഒക്കെ ശരിക്കും നമുക്ക് പിടിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ചായക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ്. എന്നാൽ വെറും മുട്ടയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മുട്ടയും ഇതുപോലെ വരഞ്ഞെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വരഞ്ഞെടുക്കാൻ. ഫുള്ളായിട്ട് ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൽ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോവും. ഇനി എണ്ണയിൽ കിടന്നിട്ട് ഇതൊന്ന് ആ പച്ചപ്പൊട്ട് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിടിച്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് മതിയാവും കേട്ടോ. അപ്പോഴേക്കും തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മളെ അടിപൊളി പുഴുങ്ങിയ മുട്ട ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അതിൻ്റെ എണ്ണ ഇങ്ങനെ ഈ വരഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതേ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ. അത് കുറച്ചൊന്ന് ആറുമ്പോഴേക്കും അപ്പം നമ്മൾ അടിപൊളി മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസ് കിട്ടണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.